എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മയൂരം പ്രോഗ്രാമിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മൾ. ഈ 2 days കൊണ്ട് പ്രോഗ്രാം വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ രൈതാടിനുണ്ട്. എല്ലാവർക്കും രൈതാടിനോട് ചോദിക്കേണ്ട സംശയങ്ങളൊക്കെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ കുറേ സംശയങ്ങളും പിന്നെ ഈ രജിസ്ട്രേഷൻ്റെ സമയത്തുള്ള സംശയങ്ങളും പ്രോഗ്രാമിനെ കൊണ്ടുള്ള ഡൗട്ട്സും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ നേരിട്ടാണ്. ഒന്ന് പ്രോഗ്രാമിനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞോളൂ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, ഒരുപാട് പേരെ കാണാൻ പോവാണ്. ഒരുപാട് പേര് ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്, മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നേരിട്ട് കാണാം. ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. 20 വേണ്ടി ചൊവ്വാഴ്ച നമുക്ക് നേരിട്ട് കാണാം. രാജോത്സവത്തിൽ ഗുരുവായൂർ വെച്ചിട്ട് വളരെ സന്തോഷം. ശരിക്കുണ്ട് ഒരുപാട് പേരെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരൊക്കെ നേരിട്ട് കാണാമല്ലോ. സന്തോഷം. അപ്പോൾ 3000 പേരുടെ മേലെയാണ് കൗണ്ട് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ 3 ഷെഡ്യൂളായി മാറ്റിയിരിക്കുകയാണ്. പ്രോഗ്രാം ആദ്യം നമ്മൾ അങ്ങനെയല്ല പ്ലാൻ ചെയ്തത്, പിന്നെ മാറ്റി. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് ആ ഡൗട്ട്സ് ഉണ്ട്. എത്ര മണിക്ക് വരണം, എത്ര മണിക്ക് പ്രോഗ്രാം കഴിയും, ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ, അങ്ങനത്തെ വേറെ സംശയമുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം പേര് ചെയ്യാം. നന്നായി ശ്രദ്ധിച്ച് കേട്ടിവിടെ പറയാം. നമ്മൾ പറഞ്ഞ പോലെ അന്ന് നമ്മളൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചത്. 1000 പേരുടെ ഹോൾ എടുത്ത് വരുന്ന ആൾക്കാർ ബുക്ക് ഫംഗ്ഷൻ, പിന്നെ മെഡിറ്റേഷൻ, അതാണ് പരിപാടി, ഗുളിക പൂജ എല്ലാവരും. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1000 ദിവസം 2000 മേലെ രജിസ്ട്രേഷൻ നമ്മൾ തൽക്കാലം നിർത്തിവെച്ചു. കാരണം അവിടെ ഹോളിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ നമ്മൾ ചിന്തിച്ചു എന്ത് ചെയ്യാം. അപ്പോൾ ആലോചിച്ച് 2 സെക്ഷനാക്കി മാറ്റാം. 1000 പേരുടെ ഒരു സെക്ഷൻ ബുക്ക് ഫംഗ്ഷനും മെഡിറ്റേഷനും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1000 പേരുടെ മെഡിറ്റേഷനും മുരുകപൂജയും കൂടി അവർക്കൊരു ഭവനം പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അത് അങ്ങനെ ചെയ്യാൻ ചെയ്യും. അപ്പോഴും ഒരുപാട് പേര് പിന്നെയും നമ്മളെ വിളിച്ചോണ്ടേ ഇരുന്നിരുന്നു. നമുക്ക് വരണം, വല്ലാണ്ട് ആഗ്രഹമുണ്ട്, ഒരു അവസരം തരണം എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ മാക്സിമം എന്താ പറയുക, ഭഗവാനെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ അത് ഒഴിവാക്കാൻ പാടില്ല. വിദ്യാർത്ഥികൾ ഇത്ര 1000 പേർക്ക് കിട്ടുന്ന അവസരം ഒഴിവാക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ 3 സെക്ഷനാക്കി മാറ്റി 3000 പേര് ഇൻക്ലൂഡ് ചെയ്യാം. 3000 പേര് ഇൻക്ലൂഡായി പിന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കയ്യിലില്ല. കാരണം നമുക്ക് 5 മണിക്ക് ഫോളോ ഇഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ അവരോട്ട് കൂടി ഇരുന്നാണ്. പക്ഷെ 5 മണിക്ക് ഫോളോ ഇഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ 3 സെക്ഷൻ ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 3 സെക്ഷൻ ആക്കിയിട്ടാണ് ആൾക്കാരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ എല്ലാവർക്കും QR കോഡ് പോയിട്ടുണ്ട്. ആദ്യത്തെ 5 മണിക്ക് ഒരു സെക്ഷൻ. നമ്മൾ 5 മണിക്കാണ് ഫസ്റ്റ് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന ടൈം. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ 5 മണിക്ക് 4:45 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യാം. പ്രോഗ്രാം തുടങ്ങുന്ന സമയമല്ല, റിപ്പോർട്ടിങ് ടൈമാണ് 5 മണിക്ക്. 5 മണിക്ക് നിങ്ങൾ അവിടെ വന്നു. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗ്രാൻഡ് പോസ്റ്റിൽ IT നിങ്ങളെ ഒരു 10-12 പേര് ഇരിക്കും. അവരുടെ അടുത്ത് നിങ്ങളുടെ QR കോഡ് കൊണ്ട് കാണിക്കുക. അവർ നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 3 ടിക്കറ്റ് തരും. 5 മണിയുടെ ആൾക്കാർക്ക് ഒരു ടിക്കറ്റ് ഉണ്ടാവും. ഒരു ടിക്കറ്റ്, 3 അല്ല, തെറ്റി പറഞ്ഞാണ്, ഒരു ടിക്കറ്റ് ഉണ്ടാവും. അത് എൻട്രി പാസ് മാത്രം നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തരും. ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയാത്തവർ സഹായിക്കാനും ഇവർ തയ്യാറാണ്. അപ്പോൾ അവർ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നിങ്ങളെ QR കോഡ് അവർ തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എത്ര പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്ര പേരുടെ കൂപ്പൺ നിങ്ങൾക്ക് ഒരുമിച്ച് തരും. അപ്പോൾ ഈ QR കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഏത് ഫോൺ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങളെ ആ നമ്പർ എടുത്ത് വന്ന് നിങ്ങൾ എൻട്രി ചെയ്യാൻ സഹായിച്ച് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ്, ഒരു കൂപ്പൺ എൻട്രി ടിക്കറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളത് കളക്ട് ചെയ്തിട്ട് നേരെ ഹോളിലേക്ക് പോകുക. അപ്പോൾ ഹോളിലേക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾ മോളിൽ കയറി ചെല്ലുമ്പോൾ ഹോളിൻ്റെ എൻട്രൻസ് ഉണ്ട്. അതായത് 3ാമത്തെ നിലയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഹോൾ. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന ഹോളിൻ്റെ എൻട്രൻസിൽ എത്തുമ്പോൾ 2 സൈഡിൽ ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൽ നിങ്ങളുടെ ടിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു കിറ്റ് തരും. ആ കിറ്റ് നിങ്ങൾ കയ്യിൽ വാങ്ങും. ആ വാങ്ങുന്ന കിറ്റിൽ പൂവുണ്ടാവും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട പുഷ്പം ഉണ്ടാവും, ഒരു കുപ്പി വെള്ളം ഉണ്ടാവും, പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഒരു മുരുകവാണി മല്ലദാസിന്ദരുടെയും സ്ക്രീൻ പ്രിന്റ് ചെയ്തൊരു ഫോട്ടോ ഉണ്ടാവും, LMRയുടെ ഫ്ലാഗിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും, സ്ക്രീൻ പ്രിന്റ് ചെയ്ത ഫോട്ടോ ഉണ്ടാവും. ഈ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ഹോളിലേക്ക് എൻ്റർ ആയിട്ട് നിങ്ങളുടെ സീറ്റിൽ പോയിട്ട് ഇരിക്കുക. മെഡിറ്റേഷൻ ആരംഭിക്കുമ്പോൾ ഈ പാളയുടെ പ്ലേറ്റ് ആവും അതിലുണ്ടാവുക. അതെടുക്കുക. അതിൽ പുഷ്പവും ഫോട്ടോയും പിന്നെ വിഭൂതിയും കുങ്കുമത്തിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. ഇതെല്ലാം എടുത്ത പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കുക. സെക്കൻഡ്
അത് കഴിഞ്ഞ് നമ്മളെ ഓരോരുത്തർ ഈ 1000 പേരും ഹോളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും കൂടി പറയാം. 5 മണിക്ക് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങളുടെ QR കോഡ് കൊണ്ട് കാണിച്ചു കൊടുക്കുക. അത് കാണിക്കാൻ അറിയാത്ത ഒരു ഫോൺ നമ്പർ പറയുക. അപ്പോൾ അവരത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എൻട്രി പാസ് തരും. ഈ എൻട്രി പാസ് കൊണ്ട് നിങ്ങൾ 3ാമത്തെ നിലയിലേക്ക് ചെല്ലുക. അതിലൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ലിഫ്റ്റിൻ്റെ അവിടെയും കോണിപ്പെട്ടിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾ മുകളിലേക്ക് ചെല്ലുക. ആ മെയിൻ ഹോളിൻ്റെ 2 സൈഡിലായിട്ട് എൻട്രി അവർ 2 കൗണ്ടർ ഉണ്ടാവും. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻട്രി പാസ് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു കിറ്റ് തരും. ആ കിറ്റിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടാവും, ഒരു പാളയുടെ ഒരു പ്ലേറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കാനുള്ള പുഷ്പം ഉണ്ടാവും, വിഭൂതി ഉണ്ടാവും, കുങ്കുമം ഉണ്ടാവും. പിന്നെ ഭഗവാന്റെ വല്ലഭസിദ്ധരുടെ സ്ക്രീൻ പ്രിന്റ് ചെയ്തൊരു ഫോട്ടോ, LMRK ഫ്ലാഗിൻ്റെ ഒരു ഫോട്ടോ ആ കിറ്റിലുണ്ടാവും. നിങ്ങൾ എൻ്റർ ആവണം. 1000 പേര് ഉള്ളിലേക്ക് കടക്കും. അത് കടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഇതിനോട് കൂടെ 5ാമത്തെ ആൾക്കാരോട് പറയുന്നത്, നമുക്ക് 2 ബുക്ക് കൗണ്ടർ, താഴത്ത് 2 ബുക്ക് കൗണ്ടർ ഉണ്ടാവും, മുകളിലും 2 ബുക്ക് കൗണ്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റർ ആവുന്ന സമയത്ത് ആ ബുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. അത് എൻ്റർ ആവുന്ന ആൾക്കാർ ഭഗവാൻ സഹായിച്ചിട്ട് ആ ഒരു ബുക്ക് 10ാമത്തെ ബുക്കിൻ്റെ ഫംഗ്ഷന് ആ ബുക്ക് കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് എൻ്റർ ആവണം. അപ്പോൾ നിങ്ങൾക്ക് അത് ആഗ്രഹം, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം, നിങ്ങൾക്ക് എൻ്റർ ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പരിപാടി ആരംഭിക്കും. പരിപാടി ആരംഭിക്കുമ്പോൾ ആദ്യം മുരുക പൂജയാണ് ചെയ്യുന്നത്. ഈ മുരുക പൂജ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ എല്ലാ ഭൗതികമായ എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, അത് ജോലിയാവാം, സാമ്പത്തികമാവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെക്കണ ഒരു അവസരമാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും ആ പുഷ്പം കയ്യിലെടുത്ത് നെഞ്ഞത്ത് വെച്ച് ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം അംഗങ്ങൾ ഒട്ടയമായിട്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പുഷ്പം സ്വീകരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ ഭഗവാന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുരുക പൂജ ചെയ്യും. നിങ്ങളുടെ പുഷ്പം ഭഗവാന്റെ പാദത്തിൽ സമർപ്പണം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അവിടെ സമർപ്പിക്കുന്നത്. അപ്പം അതിൽ ആ സമയം ഫുള്ള് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യാൻ പറ്റും അത്രത്തോളം തീവ്രമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ പോകുന്നത്. മെസ്സേജ് അയച്ചിട്ട് പ്രാർത്ഥന വെക്കുന്നതിന് പകരം നേരിട്ട് ചെയ്യണം. അപ്പൊ അത് കിട്ടിയാൽ വലിയൊരു അവസരമാണ്. അത് നിങ്ങൾ പ്രാർത്ഥനയും തീവ്രമായിട്ട് ഇരുന്നാൽ അത്രയും റിസൾട്ട് കിട്ടും. ഞാനത് പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആരംഭിക്കും. ആ സമയത്ത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാളയുടെ പ്ലേറ്റൊക്കെ കിറ്റിലൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളക്കുപ്പി കിറ്റിൽ വെക്കുക. അതൊരു സൈഡിൽ വെക്കുക. നിങ്ങൾ പോകുമ്പോൾ വെള്ളക്കുപ്പി അവിടെ ഇടരുത്, വേസ്റ്റായിട്ട് ഇടരുത്. കിറ്റിൽ വെച്ചിട്ട് അത് തിരിച്ചു കൊണ്ടുപോകണം. ആ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ അത് മാത്രം എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ തയ്യാറാവും. ഞാൻ വല്ലലാർ സിദ്ധറിൽ വെച്ചൊരു വിളക്കുണ്ടാവും, ജ്യോതി. ആ വിളക്ക് കൊളുത്തിയിട്ട് ഒരു മെഡിറ്റേഷൻ്റെ മ്യൂസിക്, അരുൾപ്പെരും ജ്യോതി എന്ന് പറയുന്ന ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഭഗവാനിലേക്ക് ആത്മീയമായിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഉയർന്നു വരാമെന്നുള്ള ഒരു എനർജി ലഭിക്കാൻ വേണ്ടി മുരുക ഭഗവാനെ വല്ലസിദ്ധരും പ്രാർത്ഥിച്ച് പഴനിമല മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു 15-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഡിറ്റേഷൻ ആവും. അത് നിങ്ങൾ ഒരു 20 മിനിറ്റോളം എല്ലാം മനസ്സിൽ വെച്ച് പഴനിമല മനസ്സിൽ ധ്യാനിച്ച് പഴനിയാണ്ട് വല്ലരാസിദ്ധരെ പ്രാർത്ഥിച്ചിരിക്കുക. ആ വല്ലരാസിദ്ധരുടെ മുമ്പിൽ വെച്ച ആ ജ്യോതിയിൽ നിന്ന് ആ എനർജി നിങ്ങളുടെ ആത്മാവിലേക്ക് പടർന്നു കയറാൻ വേണ്ടി ഞാനും പ്രാർത്ഥനയോടുകൂടി സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടാവും. ഇതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകാം. ഒരു 7:30 കൂടി നമ്മൾ കഴിയും. നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പൊക്കോളും, അമ്പലത്തിലേക്ക് കാര്യങ്ങൾക്കൊക്കെ പൊക്കോളും. നിങ്ങളുടെ പ്രോഗ്രാം അവിടെ കഴിയും. 5 മണിക്ക് റിപ്പോർട്ടിങ്, 6 മണിക്ക് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കും. 7-7:15 കൂടി കഴിയും. 7:30 ആകുമ്പോഴേക്കും നിങ്ങൾ താഴ്ത്തിറങ്ങി പോകും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. QR കോഡ് കാണിക്കുക, ഫോൺ നമ്പർ QR കോഡ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ആ രജിസ്ട്രേഷൻ കൊണ്ട് പോയി പറഞ്ഞിട്ട് ഒരു എൻട്രി പാസ് വാങ്ങുക. മുകളിൽ പോയിട്ട് എൻട്രി പാസ് കൊടുത്തിട്ട് കിറ്റ് വാങ്ങുക. ബുക്ക് വാങ്ങുന്നവർക്ക് 2 കൗണ്ടർ താഴത്തും മേലെയും ഉണ്ട്. അവിടുന്ന് ബുക്കും വാങ്ങുക. അപ്പോൾ അത് വാങ്ങിയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോകുക. ഞാൻ ഫസ്റ്റ് ആൾക്കാരോട് പറയുന്നത്. ഇനി സെക്കൻഡ് ആൾക്കാർ
സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ അവരുടെ റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ പറയുന്നത് ഒരു 7:30 റിപ്പോർട്ടിംഗ് ടൈമായിട്ട് പറയുന്നത്. റിപ്പോർട്ടിംഗ് ടൈമാണ്, പ്രോഗ്രാമല്ല. 8:15 തൊട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് ആളുകളെ ഹോളിലേക്ക്. അപ്പോൾ നമ്മൾ 7:30 മറ്റേ ഫസ്റ്റ് ബാച്ചിനെ ഇറക്കി കഴിഞ്ഞിട്ടാണ് അവിടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് സിനിമ തിയേറ്റർ ഷോ അതേ രീതിയാണ്. അപ്പോൾ അവർ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയമാണ് സെക്കൻഡ് ബാച്ച്. 8:15 നിങ്ങൾ ഉള്ളിലേക്ക് എൻട്രി പോകും. സെക്കൻഡ് ബാച്ച് എന്ന് പറയുമ്പോൾ സ്ലോട്ട് 1 ആണ്. കുറേ പേർക്ക് കൺഫ്യൂഷൻ ആയി പോകും. സെക്കൻഡ് ബാച്ച് തന്നെ സ്ലോട്ട് 1 ആണ്. സ്ലോട്ട് 1 ആയിട്ടല്ലേ ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. 7:30 ബാച്ച് സ്ലോട്ട് 1 എന്നാണ് പേര്. മറ്റേത് 0 ആണ്. 5 AM സ്ലോട്ട്. അത് ലാസ്റ്റ് ചെയ്തത് കൊണ്ടേ നമ്മള് പിന്നെയാണ് സ്ലോട്ട് 3 ഇടാൻ പറ്റില്ല. 5 AM സ്ലോട്ടാണ്. സെക്കൻഡ് സ്ലോട്ട് 1. 7:30 റിപ്പോർട്ട് ടൈം. 8:15 നിങ്ങൾക്ക് എൻ്റർ ആവും. ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വരിക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ 8:15 എൻ്റർ ആയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഹോളിലിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും 7:30 ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് മണിക്കൂർ ബാക്കിയുള്ളവർക്ക് 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ബുക്ക് ഫംഗ്ഷനും കൂടി ഇതിൽ ആഡായ കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റണ കാരണം നിങ്ങൾ ഒരു 8:30 എൻ്റർ ആയി കഴിഞ്ഞാൽ 2 മണി വരെ നിൽക്കേണ്ടി വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുക. ഇതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ QR കോഡോ ഫോൺ നമ്പറോ കൊണ്ട് കൗണ്ടറിൽ പറയുക. അവർ നിങ്ങൾക്ക് 3 ടിക്കറ്റ് തരും. അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ബാച്ചിൽ 1 ടിക്കറ്റ് അവർ നിങ്ങൾക്ക് 3 ടിക്കറ്റ് തരും. ഒന്ന് എൻട്രി പാസ്, ഒന്ന് ഫുഡ് കൂപ്പൺ, 3 മെഡിറ്റേഷൻ പാസ്. ഈ 3 പാസ് നിങ്ങൾക്ക് തരും. നിങ്ങളിത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുമ്പോൾ താഴ്ത്തുനിന്ന് നിങ്ങളുടെ എൻട്രി പാസ് അവർ മേടിക്കും. നമ്മുടെ ഗ്രാം ഫോർട്ട് സ്ട്രീമാങ്ങളുണ്ടാവും. എൻട്രി പാസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ 2 കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൽ പോയിട്ട് നിങ്ങളുടെ മെഡിറ്റേഷൻ പാസ് കൊടുക്കുക. നിങ്ങൾക്കൊരു കിറ്റ് തരും. ആ കിറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഗുരുവായൂർ പലവർഷത്തിൽ ഫോട്ടോ ഉണ്ടാവും, സ്ക്രീൻ പ്രിന്റ് ചെയ്ത ഫോട്ടോ, പിന്നെ എല്ലാവർക്കും ഫ്ലാഗിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഫ്ലവർ ഉണ്ടാവും, വിഭൂതി ഉണ്ടാവും, കുങ്കുമം ഉണ്ടാവും. അത് മാത്രമല്ലാതെ നിങ്ങൾ ഇത്ര നേരം നിൽക്കണതുകൊണ്ട് നിങ്ങൾക്ക് ഇടയിലൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടാവും, ഒരു ജ്യൂസിൻ്റെ ഇതുണ്ടാവും, ബോട്ടിലും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ കിറ്റിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റർ ആവണം. 1000 പേര് എൻ്റർ ആവണം. നമ്മുടെ പ്രോഗ്രാം ബുക്കിൻ്റെ 10ാമത്തെ എഡിഷൻ്റെ പ്രകാശനകർമ്മമാണ്. ഇവിടെ എനിക്ക് ഈ ബാച്ചിലുള്ളവരോട് എനിക്ക് പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ബുക്ക് കൗണ്ടർ ഉണ്ട്. താഴത്തെ 2ഉം മുകളിൽ 2ഉം. നിങ്ങൾ എൻ്റർ ആവുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവാം, വാങ്ങിയിട്ടുണ്ടാവും, വായിച്ചിട്ടുള്ള ഒരാൾ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ പുസ്തകം ഒരു 10ാമത്തെ പതിപ്പ് നിങ്ങൾ വാങ്ങണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. നമ്മുടെ എല്ലാമാർക്കും മെമ്പർമാരായ കാരണം നമുക്ക് ധൈര്യമായിട്ട് പറയാം. ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാരോട് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ എന്നിട്ട് ബുക്ക് ചിലവുള്ള സൈക്കോളജിക്കൽ പോകുന്നൊക്കെ പറയും. അല്ല അതുകൊണ്ട് അല്ലെങ്കിൽ ബുക്ക് വാങ്ങാനുള്ള സൈക്കോളജിക്ക് പോവാന്നൊക്കെ പറയും. അപ്പൊ അതൊന്നും അങ്ങനത്തെ എന്റെ കയ്യിലൊന്നും വരും. പക്ഷെ നമ്മുടെ ആൾക്കാരെ കാര്യം നമുക്ക് പറയാം. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് പ്രകാശനം സ്റ്റേജിലെ എല്ലാ അതിഥികളും ഒരുമിച്ച് ചെയ്യണം. ബുക്ക് അതിന് എടുത്ത് എല്ലാവരും ഉയർത്തിയിട്ട് സ്റ്റേജിൽ കാണിക്കണം. അപ്പോൾ ആ സമയത്ത് ആ കോളിൽ ഇരിക്കുന്ന 1000 പേരും ആ ബുക്ക് ഉയർത്തി കാണിക്കുക എന്നുള്ളൊരു മനോഹരമായ ഒരു എനർജി അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യർത്ഥന. ആ സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒരുമിച്ച് ബുക്ക് വയ്ക്കുക. കാരണം ഒരു എനർജി പവർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടി വിയിൽ പ്രകാശനം ചെയ്യുമ്പോൾ ഗസ്റ്റുകളല്ലാതെ ഒരുമിച്ചാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അത് ഉയർത്തി കാണിക്കുക എന്നുള്ളൊരു പവർഫുൾ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് ബുക്ക് വാങ്ങിയിട്ട് സ്നേഹത്തോടുള്ള അഭ്യർത്ഥന ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ആവണം. നിങ്ങളുടെ കിറ്റ് എടുക്കുക. നിങ്ങൾ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കിറ്റിൽ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഫസ്റ്റ് ബുക്ക് ഫംഗ്ഷനാണ്. നമ്മുടെ അതിഥികൾ വരും. അപ്പോൾ ഈ അതിഥികൾ ആരൊക്കെയാണെന്നുള്ള പറയുന്നത് നമ്മൾ ഗംഭീര അതിഥി നിരയാണ് ഉള്ളത്. സ്ട്രോങ്ങാണ്. അതിന് മുമ്പ് നമ്മുടെ ലാലേട്ടനെ കണ്ടിരുന്നു. അതെ ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ചേട്ടൻ ഇത് പറഞ്ഞിരുന്നു. ലാലേട്ടനെ കണ്ടൊരു ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അടിയിലത്തെ ക്യാപ്ഷൻ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു എന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ വരുന്നുണ്ടോ? ഇല്ല, ലാലേട്ടൻ വരുന്നില്ല. അദ്ദേഹം ഒരുപാട് തിരക്കുകളുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് ഭയങ്കരമാണ്. മുഴുവൻ ആരാധിക്കുന്ന, കോടിക്കണക്കിന് ആദ്യം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്.
അത് ഞാൻ മുരുകഭവാന്റെ ഒരാളെന്നുള്ളതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ ആളെന്നുള്ള ലെവലാണ് എനിക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്നത്. അദ്ദേഹം നമ്മളോട് അത്രത്തോളം സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് അദ്ദേഹം വിളിക്കുന്നത്. ഒരുപാട് പേര് സംസാരിച്ചു. അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ പറയുക മനോരമ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഈ അറേഞ്ച്മെന്റ്സ് ചെയ്യാനും അദ്ദേഹം വന്നു എന്താണ്ടാവാൻ അറിയില്ല, ജനസാഗരവും. അപ്പൊ പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിവൃത്തിയിൽ അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ അദ്ദേഹം സ്നേഹത്തോടെ സ്വീകരിച്ച് എല്ലാ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവസാനിച്ചിട്ട്. കാരണം 10ാം പുസ്തകം വാങ്ങുന്ന ഒരു ഫോട്ടോ പത്താമത്തെ പുസ്തകം ദിവസം ആദ്യമായിട്ട് അദ്ദേഹം കൊടുത്തു. അതൊരു ഗംഭീര അനുഭവമായിരുന്നു. പറയാം, നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടി ഉദ്ഘാടനം വിദ്യാധര മാസ്റ്ററാണ്. സംഗീത സംവിധായകൻ, കവി, അറിയാം. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊരു അത്ഭുതകരമായ കാര്യം. കാരണം അദ്ദേഹം നമ്മുടെ പരിപാടി ഏറ്റെടുത്ത ശേഷമാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് നല്ല ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹം ഇപ്പൊ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെയുള്ള ആൾക്കാർ ഒന്ന് വിദ്യാസാഗർ പുലിമൂർത്തി, ഗംഭീര ഒരു പ്രഭാഷണം കേൾക്കാം. സംഗീതി ദാസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ABC-യിലെ സുനിൽ, കുറേ പേർക്ക് അറിയാം. നമ്മുടെ പിന്നെ സജീവൻ, മോഹൻലാൽ സാറിൻ്റെ മാനേജറാണ്. വിശ്വഭാരതി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്. പിന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജേഷ് ഏട്ടൻ, ഞാൻ രാജേഷ് ഏട്ടൻ വിളിച്ച തത്തമ്മയുടെ ചീഫ് എഡിറ്റർ, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ MK രാമൻ സാർ വരുന്നുണ്ട്. അതായത് ഹിമാലയം എന്താണെന്ന് ലോകത്തിന് മലയാളികൾക്ക് പറഞ്ഞു കൊടുത്ത ആളാണ്. അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ കൊല്ലം തുളസി വരുന്നുണ്ട്. വളരെ വ്യക്തിപരമായിട്ടൊരു ബന്ധമുള്ള ആളാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടു കൂടി വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ മാർക്കറ്റിനെ കുറിച്ച്. അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് എത്തിക്കാം എല്ലാവരെയും. അതെ, അദ്ദേഹം അത് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കും. പിന്നെ മോജിദ് വരുന്നുണ്ട്, മോശയുടെ ഡയറക്ടർ. എല്ലാവർക്കും അറിയുന്ന ആളാണ്. അവരുടെ വീഡിയോസൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യണം. പിന്നെ സ്വസ്തിക പാർവതി, ഒരു സ്നേഹത്തോടു കൂടി ചെയ്ത് അവരും വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഹിമാശങ്കരി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. നമ്മുടെ ബിഗ് ബോസിലെ താരം, സിനിമാ താരം, തിയേറ്റർ ആർട്ടിസ്റ്റ്, അത് വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മുടെ നരേന്ദ്ര സാർ, നമ്മുടെ ഗ്രീൻ ബുക്സിൻ്റെ MD വരുന്നുണ്ട്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് 3 പേരുണ്ട് നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റിൽ. ഇന്ന് കന്തവേലു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ എൽഡന്മാർക്കുടെ സ്ട്രോങ് ആയിട്ടുള്ള സഹായമുണ്ട്. അവിടെ DMKയുടെ ചെന്നൈയിലത്തെ നേതാവാണ്. നമ്മുടെ എൽഡന്മാർക്കുടെ മുരുകവാന്റെ കാര്യത്തിലും ഭയങ്കര മുരുകത്തിനും മുരുകന്റെ കാര്യത്തിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം വരുന്നത്. അത് ഉജ്ജയിലൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ DMKക്കാർക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ ദയാസെൽ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഡയറക്ടർ, ആക്ടർ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ദയ എന്ന് പറഞ്ഞ ഫിലിമാണ് അദ്ദേഹം ഡയറക്ടർ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രകാശ് രാജിന് ദയാസെൽ കുമാറാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് പടങ്ങളിൽ ആക്ട് ചെയ്യണം, സപ്പോർട്ടിങ് ആക്ടറായിട്ട് വരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ഷൂട്ടിങ്ങിലാണ്. പക്ഷെ അദ്ദേഹം എത്താന്ന് പറഞ്ഞു. പിന്നെ ജഗൻ, പഴനിയിലെ ജഗൻ, നമ്മുടെ പഴനിയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളാണ്. അവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മെമ്പർ കൂടിയാണ് അദ്ദേഹം വരുന്നത്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റ്. അപ്പൊ ഇതാണ് ഗസ്റ്റ് ലിസ്റ്റ്. അപ്പോൾ ഇപ്പം നമ്മള് വിദ്യാധര മാസം ഉദ്ഘാടനം ചെയ്യും. എല്ലാവരും കൂടിയിട്ട് പ്രകാശനം ചെയ്യും. ആ സമയത്ത് നിങ്ങളെല്ലാവരും ഉയർത്തി ആയമർത്തി ഫോട്ടോ എടുക്കണം. അതാണ് നമ്മുടെ സെക്കൻഡ് പരിപാടി. മെഡിറ്റേഷൻ അടുത്തത്. അത് കഴിഞ്ഞ് ഈ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് അപ്പൊ ഇത് നമ്മുടെ ഇത് ഒരു 9:00 ആരംഭിക്കണം. അപ്പൊ നമ്മുടെ 8:15 കൂടിയിട്ട് നമ്മുടെ ആൾക്കാരെ കയറ്റി തുടങ്ങും. 9:15 ആകുമ്പോഴേക്കും എല്ലാവരും എൻ്റർ ആവും. ഗസ്റ്റുകൾ വരും. 9:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ഒരു 12:00 വരെ നമ്മുടെ ഈ പ്രോഗ്രാം, അതായത് ഉദ്ഘാടനം, ബുക്ക് എല്ലാവരും കൂടി പ്രകാശനം ഒരുമിച്ച് ചെയ്യും.
എല്ലാവരുടെ ഒരു കുറച്ച് നേരം അവരുടെ എല്ലാവരുടെയും മനോഹരമായ ഗാംഭീരമായ സ്പീച്ച് ഉണ്ടാവും. ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. അതൊരു 12:30 വരെ നമുക്ക് 12:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസ്റ്റുകളെ നമ്മൾ പുറത്തേക്ക് ആനയിച്ച് കൊണ്ടുപോകും. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ എണീറ്റ് പോകാൻ പാടില്ല. നിങ്ങളുടെ മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് നടക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ആ പ്രഭാഷണത്തെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ മുരുകപൂജ. അത് ഒന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അവരവിടെ തന്നെ ഇരിക്കുക. നമ്മൾ ഗസ്റ്റുകളെ പുറത്തേക്ക് ആനയിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മുരുകപൂജയാണ്. അപ്പോൾ ആ ഈ ടൈം ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ സ്നാക്സും ജ്യൂസ് ബോട്ടിലും വെക്കേണ്ടത്. കാരണം നമ്മൾ ഇത്ര നേരം ഒരുമിച്ചിരിക്കേണ്ടതല്ല. ഒരു AC ഹോളാണ്, കുഴപ്പമില്ല, എന്നാലും വിഷയം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കയറി ആൾക്കാരാണ് നമ്മള് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് ആകെ ഇതാവും. കാരണം പുറത്തേക്ക് പോയ ആൾക്കാർക്ക് പിന്നെ എൻട്രി ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പുറത്ത് പോയി കഴിഞ്ഞാൽ എൻട്രി തിരിച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ സഹകരിക്കണം. അത് നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണമാണ്. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. നമ്മൾ അഗെയിൻ ഞാൻ പറയും നിങ്ങളോട്, ഭഗവാന്റെ പാദത്തിൽ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വെക്കുക. ഞാൻ പറയുമ്പോൾ പുഷ്പം നിങ്ങൾ എനിക്ക് തിരിച്ചു തരിക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ പാദത്തിൽ അത് സമർപ്പിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചിരിക്കുക. നിങ്ങൾ എന്താണ് ആവശ്യം ഭഗവാന്റെ പാദത്തിൽ ഭഗവാൻ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീവ്രമായി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കും ഭഗവാന്റെ പാദത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആരംഭിക്കും. ലൈറ്റ് ബോഡി ആക്ടിവേഷനും ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കും. ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ പൂർണ്ണമായിട്ട് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ പൂർണ്ണമായും നിങ്ങൾ സ്പിരിച്വാലിറ്റി അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി ഭഗവാനെ വളർത്തിട്ട് പഴനിവലി മനസ്സിൽ ധ്യാനിച്ചൊരു 20 മിനിറ്റ് ധ്യാനിക്കുക. വലരാശിക്കൊക്കെ കൊളുത്തി വെച്ച വളർത്തുന്ന എനർജി നിങ്ങൾ ആത്മാവിലേക്ക് പടരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ 2 മണിയോടുകൂടി നമുക്ക് ആ സെക്ഷൻ കഴിയും. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. നേരെ താഴ്ത്തേക്ക് പോകാം. അപ്പോഴേക്കും താഴ്ത്തി പോയി കഴിയുമ്പോൾ മൂന്നാമത്തെ സെക്ഷൻ്റെ ആൾക്കാർ 11:30 മൂന്നാമത്തെ സെക്ഷൻ്റെ ടൈം. 11:30 റിപ്പോർട്ടിംഗ് ടൈം. 11:30. ആദ്യത്തെ ആൾക്കാർക്ക് 5 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം, രണ്ടാമത്തെ ആൾക്കാർക്ക് 7:30 റിപ്പോർട്ടിംഗ് ടൈം, മൂന്നാമത്തെ ആൾക്കാർക്ക് 11:30 റിപ്പോർട്ടിംഗ് ടൈം. ഈ 11:30 റിപ്പോർട്ടിംഗ് ടൈമിൽ ആൾക്കാർ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ 3 എൻട്രി പാസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മേലേക്ക് മേലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കൗണ്ടറിൻ്റെ അവിടെ എത്തും. അവിടെ നിങ്ങളുടെ ഫുഡ് കൗണ്ടറിൻ്റെ അവിടെ ചെന്ന് ഫുഡ് കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഉള്ളിക്കാൻ അകത്തേക്ക് കയറ്റിവിടും. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ സദ്യ നമ്മൾ ഒഴിവാക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവർക്കും വളമ്പി എത്താൻ പറ്റില്ല. എത്ര ആൾക്കാർക്ക് ടൈം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉറുമി പായസമാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, ടൈം ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ വെജിറ്റബിളിന് കുറുമി പായസം, അതാണ് നമ്മൾ മെനു. അപ്പോൾ ആ പോയിട്ട് എൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടൈം 400 പേർക്കാണ് ഇരിക്കാൻ പറ്റും. അപ്പോൾ 400 പേരെ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ താഴ്ത്തേക്ക് അയക്കും. അടുത്ത 400 പേരെ കയറ്റും, വീണ്ടും താഴ്ത്തേക്ക് അയക്കും. അപ്പോൾ പിന്നെ 200 പേർക്ക് അങ്ങനെ 3 സെക്ഷനായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നിങ്ങളുടെ ഫുഡ് കൗണ്ടറിൻ്റെ ടിക്കറ്റ് കൂപ്പൺ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കി അവരിൽ രണ്ട് കൂപ്പണാണ്. ആ 2 കൂപ്പൺ കൈവച്ച് നിൽക്കുക. മറ്റേ മുകളിലത്തെ ആൾക്കാർ 2 മണിയോട് കൂടിയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് താഴ്ത്തേക്ക് ഇറങ്ങും. 2 വഴിയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് മൂന്നാമത്തെ ആൾക്കാരെ നമ്മൾ മുകളിലേക്ക് കയറ്റി വിടും. എൻട്രി പാസ് വാങ്ങി മേലേക്ക് കയറ്റി വിടും. അവിടെ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ കൗണ്ടറിൽ മെഡിറ്റേഷൻ പാസ് കൊടുത്തു കഴിഞ്ഞാൽ കിറ്റ് കിട്ടും. കിറ്റിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഒരുപാട് വല്ലവരുടെ ഫോട്ടോ ഉണ്ടാവും, എല്ലാവർക്കും ഫ്ലാഗ് ഉണ്ടാവും, ഒരു ഫ്ലാഗിൻ്റെ ഫോട്ടോ, പിന്നെ പുഷ്പം ഉണ്ടാവും, വിഭൂതി ഉണ്ടാവും, കുങ്കുമം ഉണ്ടാവും, ഒരു കുപ്പി വെള്ളവും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റർ ആവണം, 1000 പേരെ എൻ്റർ ആക്കും. ആ സമയത്ത് താഴ്ത്തു വന്ന ആൾക്കാർ, രണ്ടാമത്തെ സെക്ഷനിൽ താഴ്ത്തു വന്ന ആൾക്കാർ ഫുഡ് കൗണ്ടറിലേക്ക് പ്രവേശനം അനുവദിക്കും. അവർ 400 പേരെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കൗണ്ടറിലേക്ക് കയറ്റി ഫുഡ് കൂപ്പൺ അവരിൽ നിന്ന് വാങ്ങും. അപ്പോൾ ആ ഒരു ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഫുഡ് കൂപ്പൺ മേടിച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് അങ്ങനെ പോവാം. മൂന്നാമത്തെ ടീമിൽ ഇത് നമ്മൾ 2:30 കൂടിയിട്ട് ആരംഭിക്കും. അത് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ മുരുകപൂജയ്ക്ക് നിങ്ങൾ പ്ലേറ്റ് എടുത്ത് മടിയിൽ വെച്ച്, നിങ്ങൾ കസേരയിലാണ് ഇരിക്കില്ലാവും, ഫ്ലവർ ഫോട്ടോ എല്ലാം വെച്ച് റെഡി ആയിട്ടിരിക്കുക. പ്രാർത്ഥിക്കാതിരിക്കും. മുരുകപൂജ ഫ്ലവർ മേടിക്കും, ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കും.
അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ആരംഭിക്കും. മെഡിറ്റേഷൻ സ്പിരിച്വലായിട്ട് നിങ്ങൾ അടുത്ത ലെവലിൽ ഉയർത്താനുള്ള നമ്മളൊരു എനർജി പാസിങ് അവിടെ നടക്കും. ഭഗവാൻ സഹായിച്ച് വല്ലദാസത്തിന് സഹായിച്ച് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഒരു 4 മണിയോട് കൂടിയിട്ട് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷത്തോട് തിരിച്ചു പറഞ്ഞു തീരാൻ തന്നെ ഇത്ര സമയമായി. വലിയൊരു പ്രോഗ്രാമായി. കേരളത്തിലെ പ്രോഗ്രാം നമ്മൾ അത്ര ചെറിയൊരു പ്രോഗ്രാം പിടിച്ച് അതെല്ലാ പ്രാവശ്യം അറിയാലോ. നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അത് വലുതാക്കി കൊണ്ടുപോകും. അപ്പൊ വലിയൊരു ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇന്നും വിളിക്കുന്നുണ്ടായിരുന്നു ആളുകൾ. ഉണ്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഇട്ടിട്ടില്ല. നമ്മളെ എന്താ പറയാ, നമുക്ക് 3 വർഷത്തിന് മേലെ കൊള്ളില്ല അവിടെ. അതുകൊണ്ടാണ് പിന്നെ ആള് വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും പ്രോഗ്രാം വെക്കുവോ അത് നമുക്ക് അത് അല്ല അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തായാലും. പക്ഷെ അടുത്ത പ്രാവശ്യം പെട്ടെന്ന് ലേറ്റ് ബോഡി ഉണ്ടാവുമെന്ന് അറിയില്ല, അതോ യാഗം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഞാൻ പറയാം. ആവശ്യമുള്ള എൻ്റെ വർഷത്തിൽ ഞാൻ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കും. സത്യമായിട്ട് ഞാനൊക്കെ കാത്തിരിക്കുന്നത് ഇന്റർവ്യൂവിൽ ഒന്നും പറയാത്തുള്ളൂ. ഒരു കാര്യം ആവശ്യമില്ലാണ്ട് നമ്മുടെ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ബുക്ക് ഫംഗ്ഷന്റെ പ്രസംഗത്തിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അതിനാണ് കാത്തിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ പക്ഷെ ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് 20 പേര് സ്റ്റേജിലും അലങ്കാരത്തിലും കാര്യങ്ങൾക്കാണ് ഗ്രൗണ്ട് ഫോഴ്സ് ടീം ഉണ്ടാവും. ഒരു 120-150 പേര് കേരളത്തിലെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമുകളുണ്ടാവും. അത് രജിസ്ട്രേഷൻ നല്ലൊരു ആക്റ്റീവിംഗാണ്. സൂരജ് അപ്പോൾ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് കോളാണ് സൂരജ്. അനന്തൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആക്റ്റീവിംഗ്. എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൂടുതൽ പറയാം. പറയാം. അപ്പൊ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫോഴ്സ് ടീം അത്രയും പണിയെടുക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കാൻ അവര് ഫുള്ള്. ഇതിൽ ഏറ്റവും ഭയങ്കര രസം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യും. ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതിലൊരു ഭയങ്കര. പക്ഷെ അവസാനം നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. എല്ലാവരും പണിയെടുക്കുന്ന നമ്മുടെ ഗ്രൗണ്ട് ഫസ്റ്റ് കൂടി ഒരുമിച്ച് ലാസ്റ്റ് ഒന്ന് ഇരിക്കാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അത്രയും ആൾക്കാരുണ്ട്. നിങ്ങളെ ആ രജിസ്ട്രേഷൻ ഫോമിൻ്റെ അവിടെ നിന്ന് സഹായിക്കാൻ IT ടീമുണ്ട്. നിങ്ങൾ വഴി പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ് ടീമുണ്ട്. ഹോളിലെത്തുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഗ്രൗണ്ട് ഫോഴ്സ് ടീം നിങ്ങൾക്ക് വെള്ളം കിറ്റും തരാൻ സഹായിക്കാനുണ്ട്. ഫുഡ് കമ്മിറ്റി അവിടെ ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു 5 പേര് 7 പേര് ബാക്കിയിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. അത് കണക്ട് ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് ചോദിച്ചാൽ മതി. ടാഗുള്ളവരാണ് ഗ്രൗണ്ട് ഫോഴ്സ് അവരോട് സംസാരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, സഹായങ്ങൾ ചോദിക്കാം. പിന്നെ അവരുടെ ഒരു ഹെഡായിട്ടാണ് നമ്മൾ അനൂപ്, 2 അനൂപ്, രാജേഷ്, ദീപു, രൂപേഷ്, മഹേഷ് ഡോക്ടർ, സൂരജിനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അനന്തൂരിലൊക്കെ. അപ്പോൾ അവരോട് ചെന്നിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹായിച്ചു. നമുക്ക് ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് കേരളത്തിൽ ആദ്യത്തെ പരിപാടി. അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ബ്രീഫ് ലാസ്റ്റ് കഴിഞ്ഞു. ശരിക്കും വളരെ സന്തോഷം. കേരളത്തിൽ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ പഴനിയിൽ നടത്തിയിട്ടുണ്ട്, ഉജ്ജയിനിൽ നടത്തിയിട്ടുണ്ട്, ചെന്നൈയിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാണ് എല്ലാവരെയും സ്നേഹത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് രജിത്തേട്ടനും എനിക്കും നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാം. ഓഫീസിൽ പോയി വന്നിട്ട് എത്ര പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ആ ഒരു പേഴ്സണൽ ടച്ച് ഇപ്പൊ കിട്ടുന്നില്ല. പണ്ട് എല്ലാവരോടും രജിത്തേട്ടൻ പറഞ്ഞിരുന്നു ഓരോ ഗ്രൂപ്പിലുള്ളവരെ അറിയായിരുന്നു. അതെ, എനിക്ക് എല്ലാവരെയും അറിയായിരുന്നു. അവരുടെ വീട്ടുകാരെ ഇപ്പൊ ഒരുപാട് കൂടിയപ്പോ പറ്റുന്നില്ല. 5 ഗ്രൂപ്പായി. അതെ, കേരളത്തിൽ 5 ഗ്രൂപ്പായി. ബാക്കിയുള്ള രാജ്യങ്ങളിൽ വേറെ ഉണ്ടല്ലോ. എന്നാലും മാക്സിമം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇത് ചെയ്യാറ്. പക്ഷെ ഇവരിപ്പോ എല്ലാവരും നേരിട്ട് ഒരുമിച്ച് കാണാനല്ലോ. അവർക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. വളരെ സന്തോഷം. ഞാനും വെയിറ്റിംഗ്. പക്ഷെ എനിക്കുള്ളത് ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വലിയൊരു ടീമുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഒരു പരിപാടിയായിട്ട് എടുത്ത് അത് ഇവർ പറയണ ഗ്രൗണ്ട് ഫോഴ്സ് ടീം പറയണ നിർദ്ദേശങ്ങൾ ഇപ്പം ഞാൻ സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ അക്ഷരപതി പാലിച്ചാൽ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് പ്രോഗ്രാം എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഞാൻ വീണ്ടും ആ പുസ്തകത്തിൻ്റെ കാര്യം പറയുകയാണ്. പുസ്തകം വിൽക്കാനുള്ള സൈക്കോളജിക്ക് മൂവൊന്നുമല്ല, ഒരു സ്നേഹപ്രകടനം. അവിടെ ആ ഒരു എനർജി ഉണ്ടാവണം. 4 കൗണ്ടറിൽ ഞാൻ അവരോട് പറഞ്ഞു, സാറിനോട് പറഞ്ഞു, ഗ്രീൻ ബുക്സിൽ പറഞ്ഞു, നമുക്ക് ഈ ബുക്ക് പുറത്ത് വെക്കേണ്ടി വരില്ല. ഇത് ഇവിടെ നമ്മൾ അത് 10ാം പതിപ്പ് നമുക്കുള്ളതാ. നമ്മുടെ അപ്പൊ അതൊന്ന് അപ്പൊ ആ ഒരു സ്നേഹപ്രകടനം കൂടി എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരു എനർജി അവിടെ ആവശ്യമുണ്ട്. എന്തായാലും സന്തോഷം. നമുക്ക് അവിടെ കാണാം. മുരുകന്റെ അനുഗ്രഹം
വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹം കിട്ടട്ടെ. ഓം ശരണമായ നമുക്ക്